സ്ത്രീകളുടെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട് മുമ്പത്തേക്കാൾ എന്നൊക്കെയുള്ള ചിന്താഗതികൾ ബാധ്യതകളുണ്ട്. അതായത് കുറേ പെൺകുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, എഡ്യൂക്കേഷൻ ജോബ് എംപ്ലോയിഡ് ആവുന്നുണ്ട്. അപ്പം ഈ വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെട്ടു, സ്റ്റാറ്റസ് മെച്ചപ്പെട്ടു എന്നുള്ള ചിന്താഗതികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ കുടുംബത്തിനകത്ത് എന്താണ് സ്ത്രീകളുടെ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ സ്ത്രീകളെ നമ്മൾ പൂജിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയാണ് നമ്മുടെ പല സിസ്റ്റേഴ്സും വഴിയൊക്കെ പറയുന്നതൊക്കെ. നമ്മുടെ റിലീജിയനോ അല്ലെങ്കിൽ കൾച്ചർ അനുസരിച്ചിട്ട് സ്ത്രീയെ വളരെയധികം പൂജിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ നമുക്കില്ല. പക്ഷേ ഈ കുടുംബത്തിനകത്തെ ഈ ഒരു ലിംഗപത കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ, ലിംഗപത പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ തന്നെയായിട്ട് പറഞ്ഞാൽ ഈ വീട്ടിനകത്തെ തൊഴിൽ വിഭജനം, അത് തൊഴിൽ വിഭജനം, പിന്നെ റോളുകൾ എങ്ങനെയാണ് നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിയാൽ വീട്ടിനകത്ത് ഇപ്പോഴും നമുക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള ബ്രെഡ് അല്ലെങ്കിൽ കെയർ ടേക്കർ കൈൻഡ് ഓഫ് ഇതുണ്ട്. അപ്പം സ്ത്രീകൾ എപ്പോഴും ചെയ്യേണ്ടത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത തരത്തിലുള്ള ജോലികൾ, അതിന് നമ്മുടെ ട്രെയിനിങ് ചെയ്യുന്ന ട്രെയിൻ ചെയ്യുന്ന ട്രെയിനിങ് സെൻറ്റർ പോലെ ഉള്ളൊരു സാമൂഹ്യ സ്ഥാപനമാണ് കുടുംബം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം പെൺകുട്ടികളെ വലുതാവുമ്പോൾ എല്ലാ പണികളും പഠിപ്പിക്കും, വീട്ടിൽ ചെയ്യേണ്ടുന്ന പണികളൊക്കെ പഠിക്കണം, കുക്കിങ്, ക്ലീനിങ്, ഈ പോലുള്ള കാര്യങ്ങൾ. പക്ഷെ പുരുഷന്മാരെ അത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ അതേമാതിരി സ്ത്രീകളെ പേടിക്കുവാനും അടങ്ങിയിരിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എന്താണെന്നുള്ളത് തുറന്ന് പറയാതിരിക്കുക, കാര്യങ്ങളെ കുറിച്ച് അധികം ഒറ്റയെടുത്ത് അങ്ങനെയുള്ള സംസാരം ഉണ്ടല്ലോ. ഒറ്റയെടുത്ത് കുടുംബങ്ങളുടെ കേട്ടാറില്ല, പെൺകുട്ടികളെ ഒറ്റയെടുക്കുക പറയാം, പുരുഷന്മാർ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പ്രശ്നമല്ല, ഇങ്ങനെയുള്ള കുറച്ച്. അപ്പം ഇതിൽ നിന്നൊക്കെ ഇത് പിന്നെ ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല. ഇതൊക്കെ ഈ ജെൻഡറിന്റെ നിർമ്മിതിയാണ് കാണിക്കുന്നത്. ഇത് കുടുംബത്തിൽ നിന്ന് ആണല്ലോ അധികം സംഭവിക്കുന്നത്. അങ്ങനെയുള്ള പല കാര്യം. അപ്പോൾ ഈ കുടുംബത്തിൽ സ്റ്റാറ്റസ് നോക്കുകയാണ്, സ്റ്റാറ്റസിൻ്റെ സ്റ്റാറ്റസിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വേറെ പ്രശ്നമാണ്. അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലികളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതേപോലെ സ്റ്റാറ്റസ് ഉണ്ടാവും എന്നാണ് നമ്മുടെ വിചാരം. പൊതുവെ സമൂഹത്തിലുള്ള കൺസെപ്റ്റ് അതാണ്. അപ്പോൾ ഈ കുടുംബത്തിനകത്ത് ചെയ്യുന്ന ജോലികൾ നോക്കിയാൽ ആണ് സമ്പാദിക്കുന്നത്, പിന്നെ വീട്ടുവേല ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു തരംതിരിവിനെ കുറിച്ച് കുടുംബത്തെ പറ്റിയാണ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും കാലകാലങ്ങളായി മനുഷ്യർ ചോദ്യം ചെയ്യപ്പെടാതെയും പ്രശ്നവൽക്കരിക്കപ്പെടാതെയും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം സ്ത്രീകൾ ജോലിക്ക് പോകുന്നതാണ്, ഉദ്യോഗസ്ഥരാണ്, മറ്റു തൊഴിലുകൾ ചെയ്തത് വരുന്നുണ്ട് അത്തരത്തിലൊരു നോക്കിക്കാണുകയാണെങ്കിൽ. പക്ഷെ എന്നാലും ഈ കുടുംബത്തിൻ്റെ ജോലികൾ കുറേയൊക്കെ ജോലികൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ എന്ന് പറയപ്പെടുന്നു കേട്ടോ, ഉണ്ട് താനും. എങ്കിലും പൊതുവെ സമൂഹത്തിൻ്റെ ഒരു ട്രെൻഡ് മെജോറിറ്റി ഭൂരിപക്ഷം ആൾക്കാരുടെയും ജീവിതത്തിൽ കുടുംബജീവിതത്തിൻ്റെ രീതികളെ കുറിച്ച് നോക്കിയാൽ അവർ സ്ത്രീകൾ പഠിച്ചവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ കൺസെപ്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ജോലിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ അവസ്ഥ സ്റ്റാറ്റസ് ആണോ വാട്ടവർ. അപ്പം ആ അവസ്ഥ എന്ന് പറയുന്നത് അൺപെയ്ഡ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു ഫെമിനിസ്റ്റ് ഭാഷയിൽ സ്ത്രീപക്ഷ ഭാഷയിൽ പറഞ്ഞാൽ അൺപെയ്ഡ് ലേബറാണത്. കാരണം അതിപ്പോൾ ഞാൻ ഇതിലൊരു ചില ദേശങ്ങളിലെല്ലാം ശ്രമിച്ചിട്ടുണ്ടാകും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് എടുത്ത് പറയാനായിട്ട്. അതായത് എനിക്കെപ്പോഴും പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇഷ്യൂ എന്നൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരാൾക്ക് അവരവരുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമോഹമോ അനുസരിച്ച് പുറത്തിറങ്ങി സഞ്ചരിക്കുകയും അവരവരുടെ അതായത് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് പങ്കെടുക്കുകയും അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാം, പ്രവർത്തിക്കുക ചെയ്യും. പക്ഷെ വീടുകളിൽ തിരിച്ചിട്ടില്ല. വീടുകളിൽ എങ്ങനത്തെ വീടാണെന്നുള്ളതനുസരിച്ചാണ് ഓരോരുത്തരുടെയും കാര്യങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിക്ക് ഇക്വാലിറ്റി ഒക്കെ നിലനിൽക്കുന്ന ടെലിവിഷൻ വീടിനകത്തുള്ള ടെലിവിഷൻ മറ്റുള്ള റിലേഷൻ എന്ത് ബന്ധത്തിലുള്ളതാണ് അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ സഹോദരനോ എന്തും ആവാം.
ഈക്വാലിറ്റി ഉണ്ടാകുന്നതിനെ പറ്റിയും ഒക്കെ നോക്കുമ്പോൾ, പിന്നെ ജോലിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈക്വാലിറ്റിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏജിൻ്റെ ഇതൊക്കെ അനുസരിച്ച് നമ്മളുടെ ചില ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അതെല്ലാം അപ്പോൾ നമ്മുടെ കൾച്ചർ അനുസരിച്ചിട്ട് മൂത്തവരെ എങ്ങനെ ബഹുമാനിക്കുക, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഉള്ളതനുസരിച്ചാണ് ഉള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതല്ലാതെ ഇതുണ്ടല്ലോ. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലേ, ഒരു മാൻ വുമൺ അതാണ് ഈ കുടുംബത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സാധനം. അതാണ് വിവാഹം എന്ന് പറഞ്ഞ പ്രസ്ഥാനം. വിവാഹം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലൂടെയാണ് കുടുംബം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എന്താണ് വിവാഹം, എന്താണ് ഈ കുടുംബം അതിനെക്കുറിച്ച് ചർച്ച സ്ത്രീപക്ഷപരമായ ഒരു സ്ത്രീ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി സ്ത്രീപക്ഷപരമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന വിവാഹം എന്ന് പറഞ്ഞാൽ അത് ആഘാടപരമായ വിവാഹമാവാം, അല്ലാത്ത വിവാഹമാവാം, പിന്നെ ജാതിമത വ്യക്തികൾ നോക്കാത്തതാവാം. ഇങ്ങനെയുള്ള പല ആസ്പെക്ട്സിനെ കുറിച്ചും തന്നെ സ്ത്രീപക്ഷ ചിന്തകളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഈ മുന്നേറ്റങ്ങളുടെ കാലഘട്ടങ്ങളിലും ഇപ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും പലയിടത്തും നടക്കുന്ന കാര്യങ്ങളാണെന്ന് വെച്ചാൽ അവരുടെ കുടുംബ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ച് മാക്സിമത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന ആൾക്കാർ, എഴുത്തിൻ്റെ തലത്തിൽ ഇറങ്ങി വന്നവരും ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. ഇതൊക്കെ സാമൂഹ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് തന്നെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അത് നമ്മൾ എങ്ങനെ അതിനെപ്പറ്റി നമ്മൾ വിശകലനം ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു എന്നുള്ളതോടൊപ്പം തന്നെ അതെങ്ങനെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാർഷികമായി ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് എപ്പോഴും സക്സസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല എല്ലാവരും. അപ്പോൾ എങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ഇതാണ് ആഫ്റ്റർ എഫക്റ്റാണെന്ന് പറയുന്നത്. പറഞ്ഞത് കൂട്ടുകാരി